ചേന്ദമംഗലം കൂട്ടക്കൊലപാതക കേസിൽ കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് പ്രതി ഋതു ജയനെ കോടതിയിൽ ഹാജരാക്കി. പ്രതിയെ റിമാൻഡ് ചെയ്തു. ആശുപത്രിയിൽ കഴിയുന്ന ജിതിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടാൽ മൊഴിയെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, നാടിനെ ഞെട്ടിച്ച കൂട്ടക്കൊലപാതകത്തിന്റെ ആ അന്വേഷണം എത്രത്തോളം ശുഭകരമായി, എത്രത്തോളം നന്നായി പുരോഗമിക്കുന്നു? അശ്വി, അന്വേഷണം ശരിയായ ദിശയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. കുറ്റപത്രം 1 മാസത്തിനുള്ളിൽ സമർപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം ഉള്ളത്. 5 ദിവസത്തേക്കാണ് പ്രതി ഋതു ജയനെ കസ്റ്റഡിയിൽ ലഭിച്ചത്. 4 ദിവസം ചോദ്യം ചെയ്തു. ഇന്നലെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു. ഇന്ന് രാവിലെ 9:00 കൂടി തന്നെ ഋതുവിനെ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയായിരുന്നു. പ്രത്യേകിച്ച് കോടതിയിലൊക്കെ ഋതുവിനെതിരെ ഒരു അക്രമ സാധ്യത പോലീസ് മുൻകൂട്ടി കണ്ടിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് 9:00, സാധാരണഗതിയിൽ കോടതി തുടങ്ങുന്നതിന് മുൻപ് തന്നെ 9:00 കൂടി പറവൂർ കോടതിയിൽ എത്തിച്ച് റിമാൻഡ് ചെയ്യാനുള്ള നടപടിയിലേക്ക് കടന്നത്. ഇനി ഈ കേസിൽ ഉള്ളത് അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ മൊഴിയുള്ളത് ജിതിൻ്റെതാണ്. ജിതിൻ്റെ ആരോഗ്യനില കൂടുതൽ മെച്ചപ്പെട്ട ശേഷം ജിതിനെ ആശുപത്രിയിൽ എത്തി മൊഴിയെടുക്കും. അതിനുശേഷം കുറ്റപത്രം സമർപ്പിക്കുന്ന നടപടിയിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കും. ആശുപത്രി. ഓക്കെ.